ഹലോ, ഇതെല്ലാവരും കൂടി എങ്ങോട്ടേ ഓടിപ്പോകുന്നു. ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് കയറി വായോ എൻ്റെ ചാനലിലേക്ക്. ഇന്ന് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ടൊരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ നമ്മൾ എന്താണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ ഏതൊരു ഡിഷ് തയ്യാറാക്കുമ്പോഴത്തേക്കും എന്തൊക്കെ സാധനങ്ങൾ അതിനാവശ്യമാണ് അത് അടുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പാചകം വളരെ ഈസി ആകുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ. ആദ്യം ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ 2-3 ബ്രെഡ് എടുത്ത് മിക്സിയുടെ ചെറിയ ജാറില്ലേ അതിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതാണ് ആദ്യം കണ്ടത്. പിന്നെ ഒരു അരമുറി സവാള, അരമുറി തക്കാളി, ഒരു നമ്മുടെ പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പിലയുടെ എടുത്താൽ മതി. ഇതെല്ലാം കൂടെ നല്ല കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക. പിന്നെ 2 മുട്ട എടുക്കുക. പിന്നെ ബ്രെഡ് ഇതേപോലെ 2 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. നമുക്ക് വലിയ വീതിയുള്ള ബ്രെഡാണെങ്കിൽ 3 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അത് നിങ്ങളുടെ കയ്യിലുള്ള ബ്രെഡിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണമല്ലോ. അതിലേക്ക് ആദ്യം മുട്ട ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി, പച്ചമുളക്, മല്ലിയില, അതുപോലെ തന്നെ സവാള, ഇതെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് എന്ത് ചെയ്യണം, നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ 2 പൊടികളാണ് ചേർക്കുന്നത്. ഒന്ന് നമുക്ക് ആവശ്യമാണ് ഉപ്പ് എല്ലാത്തിനും. ഉപ്പില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടേസ്റ്റ് ഒന്നും കാണത്തില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം ഈ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. ഒരു ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്തോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ശകലം മുളക് പൊടിയും ചേർക്കാം. നമ്മൾ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് പൊടികൾ മാറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ. ചിക്കൻ മസാല വെച്ച് ഇത് ചെയ്യുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് എന്തായാലും നോക്കണം. അപ്പോൾ നമ്മളുടെ മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ബ്രെഡ് എടുത്തതിന് ശേഷം ഈ മിക്സിയിൽ മുക്കിയെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മൾ ഈ അരിഞ്ഞു വെച്ച സാധനങ്ങൾ അതിൽ നന്നായിട്ട് മുങ്ങി വന്നില്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ മുകളിലായിട്ട് ആക്കിയെടുത്തിട്ട് ഈ പൊടിയിലേക്ക് ഇട്ട് അപ്പുറം ഇപ്പുറം ആ പൊടി നന്നായിട്ട് ആക്കിയിട്ടെടുക്കുക. ഇത്രയേ ഉള്ളൂ. എല്ലാം ഒന്ന് ഇതേപോലെ ആക്കിയെടുത്തതിന് ശേഷം ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പാൻ വയ്ക്കുക. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ നോൺ സ്റ്റിക്ക് പാൻ കാണണമെന്നില്ലല്ലോ. അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ കുറേയധികം എണ്ണ നമ്മൾ ഒഴിക്കേണ്ടുന്ന കാര്യമില്ല. അതിലേക്ക് കുറച്ച് എണ്ണ, നമ്മൾ അധികം ഇത് മുങ്ങിത്തൊക്കെ കിടക്കത്തക്ക രീതിയിൽ എണ്ണയൊന്നും ആവശ്യമില്ല. വളരെ കുറച്ച് എണ്ണ മതി. ആ കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. ആ എണ്ണ നമ്മൾ ഒഴിച്ചതിന് ശേഷം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ നല്ലതുപോലെ ചൂടാവണം. അതിനുശേഷം ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു ബ്രെഡ് ഇട്ട് കൊടുക്കില്ല, ആ സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് ഫുള്ള് വേവിച്ചെടുക്കുന്നത് ലോ ഫ്ലെയിമിലാണ്. അധികം വേവൊന്നും ഇല്ലല്ലോ ഇതിന്, അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സൈഡ് ആയിട്ടുണ്ട്, അത് അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈവനിങ് സ്നാക്ക് റെഡിയാകും. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇനി ഇതേപോലെ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഒരു അടിപൊളി ടേസ്റ്റാണ്. ചിക്കൻ്റെ ടേസ്റ്റാണോ ബ്രെഡിൻ്റെ ടേസ്റ്റാണോ എല്ലാ ടേസ്റ്റും കൂടെ മിക്സ് ചെയ്ത് വരുന്നതാണ്. നല്ല പുറമേ നല്ല ക്രിസ്പിയാണ് കേട്ടോ, നല്ല കറുമുറാന്നിരിക്കും, അകത്ത് നല്ല സോഫ്റ്റാണ്. ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ആണ്. പിന്നെ ദേ ഇവിടെ കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.